വെഡ്ഡിങ് കഴിഞ്ഞിട്ടുള്ള അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ ചെറിയ രീതിയിലൊന്ന് സെറ്റപ്പ് ചെയ്യാമെന്ന് വെച്ചു, ഒരു സർപ്രൈസ് പോലെ. അപ്പം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ലൈറ്റൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ചേച്ചിയൊക്കെ മേടിച്ചെന്ന ഗിഫ്റ്റ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കവറിനകത്താക്കി വെച്ചു. പിന്നെ ഞാൻ മേടിച്ച ഗിഫ്റ്റ് എല്ലാം ഇതുപോലെ ബോക്സിനകത്താക്കി വെച്ചു. ഇത് ഞാൻ വാഴയില കൊണ്ട് ഉണ്ടാക്കിയൊരു ബൊക്കെയാണ് കേട്ടോ. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വെച്ചു. ചെറിയൊരു പ്ലം കേക്കാണ് വാങ്ങിയത്. ഞങ്ങൾ രണ്ടുപേരും ഉള്ളായിരുന്നു. അവൻ വന്ന് കണ്ടപ്പോഴത്തേക്കും കുഞ്ഞു പിള്ളേരുടെ പിറന്നാളാണ് ഇങ്ങനെ ആഘോഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരോട് കേക്കൊക്കെ കട്ട് ചെയ്തു. ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോഴത്തേക്കും അവൻ ഒരുപാട് സർപ്രൈസ് ആയിട്ടോ. എൻ്റെ ഗിഫ്റ്റിനകത്ത് ഒരു ജീൻസും ഒരു ഷോർട്ട്സും പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഒരു കടയിൽ പോയപ്പോൾ ഒരു ഷർട്ട് അവന് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് എടുത്തില്ലായിരുന്നു. അത് ഞാൻ പിന്നെ നൈസായിട്ട് പോയി ഇങ്ങനെ തൂക്കിയായിരുന്നു. ആ ഷർട്ട് നോക്കുന്നതിൻ്റെ എക്സ്പ്രഷൻ ആട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഒരു വാലറ്റും 2 പെർഫ്യൂമും വാങ്ങിയായിരുന്നു. പെർഫ്യൂമിൽ ഒരെണ്ണം അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിങ്ങനെ ഹാൻഡ് മടക്കി വെച്ച ടൈപ്പ് ഒരെണ്ണമായിരുന്നു. പിന്നെ ചേച്ചിയുടെ ഒക്കെ വക ദേ ഇതുപോലൊരു ഷർട്ട് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടുള്ളൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ അവൻ ശരിക്കും ഞെട്ടിയത്. ഇവിടെ നാട്ടിലില്ലാത്ത അവൻ്റെ കുറേ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഇവരുടെയൊക്കെ നമ്പർ സംഘടിപ്പിച്ചിട്ട് ഞാനിതുപോലെ വിഷ് ചെയ്യിപ്പിച്ചുകൊണ്ട് കുറേ വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഉണ്ട് കണ്ടപ്പോഴത്തേക്കും ആൾ കുറച്ച് ഇമോഷണലൊക്കെ ആയി എൻ്റെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു. അപ്പോൾ ബർത്ത്ഡേ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.